നമ്മുടെ എല്ലാ കൂട്ടുകാരും ദീപാവലി ഒക്കെ ആഘോഷിക്കുന്നതിന്റെ തിരക്കിലായിരിക്കും അല്ലേ? എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് തന്നെ ദീപാവലി ആശംസകൾ. ഓണം ആഘോഷത്തിന് നമ്മൾ 2-3 വെറൈറ്റി ആയിട്ടുള്ള പച്ചടികളായിരുന്നു അപ്ലോഡ് ചെയ്തിരുന്നത്. ദീപാവലിക്ക് സ്വീറ്റ്സ് കഴിച്ച് നമ്മൾ മടുക്കും. അതുകൊണ്ട് സ്വീറ്റ്സ് ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഇനി പിന്നെ എന്താണ് വെറൈറ്റിയിൽ ഉണ്ടാക്കേണ്ടത് എന്ന് വിചാരിച്ചപ്പോഴാണ് ഇവിടുത്തുകാരുടെ ദീപാവലി സ്പെഷ്യലായ ചീവിട എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഞാൻ ആ പേര് ഉപയോഗിക്കുന്നില്ല, കാരണം ഞാൻ അതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ ഒരു നാടൻ അവൽ ഫ്രൈ എന്നേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ സാധാരണ നാട്ടിൽ നല്ല ചുവന്ന അവലാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ അവലിൻ്റെ ഉപ്മാവ് ഉണ്ടാക്കാറുണ്ട്. അവലിൻ്റെ പല വിഭവങ്ങൾക്കും വെളുത്ത അവലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പം നല്ല നേർത്ത വെളുത്ത അവല് നമ്മളതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞ്, എന്താണെങ്കിലും അവലിൽ നല്ല പൊടിയൊക്കെ ഉണ്ടാവും, പൊടിയൊക്കെ കളഞ്ഞ് അതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിന് വേണ്ടി പലരും അവർക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സിലുള്ള മസാലകളൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിലെല്ലാവരും മെയിനായിട്ട് നമ്മുടെ ആംചൂർ പൗഡർ, പിന്നെ ചാട്ട് മസാല, ഇതൊക്കെയാണ് മെയിനായിട്ട് ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. പക്ഷേ എനിക്ക് ആ 2 മസാലകളുടെയും ഫ്ലേവർ അത്ര ഇഷ്ടമില്ല എല്ലാ വിഭവങ്ങളിലൊന്നും. അതുകൊണ്ട് ഞാനൊരു സിമ്പിളായിട്ട് നമ്മുടെ പെരുംജീരകം, സാധാരണ ചെറിയ ജീരകം, മല്ലി, ഇത്രയും മാത്രം ഞാൻ പൊടിച്ചെടുത്തിട്ടാണ് ഒരു മസാല പ്രിപ്പയർ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ കടലപ്പരിപ്പ്, അണ്ടിപ്പരിപ്പ്, ബദാം, കിസ്മിസ്, ചൗവരി, സാബുദാന, പിന്നെ നേരത്തെ എടുത്തു വെച്ചിരുന്ന മസാല എല്ലാം കൂടെ പൊടിച്ചതാണ്. പിന്നെ കപ്പലണ്ടി. ഇതിൽ കാഷ്യൂനട്ട് മാത്രമേ ഉള്ളൂ ഞാൻ നന്നായിട്ട് കഴുകി ഉണക്കിയൊന്നും എടുക്കാതിരുന്നത്. ബാക്കി എല്ലാ ഐറ്റംസും നന്നായിട്ട് കഴുകി, കടലപ്പരിപ്പൊക്കെ നന്നായിട്ട് കഴുകി ഉണക്കിയാണ് എടുത്തേക്കുന്നത്. ചൗവരി പോലും ഞാൻ കഴുകി ഉണക്കാനല്ല, നല്ല പൊടിയുണ്ട് ഇതിലൊക്കെ. നമ്മൾ നേരിട്ട് വറുത്ത് കഴിക്കുകയാണെന്ന് പറയുന്നത്, നമ്മൾ നേരെ അതങ്ങ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് വറക്കാതെ അതൊക്കെ ഒന്ന് കഴുകി ഉണക്കി എടുത്തിട്ട് വേണം വറക്കാൻ. നമുക്ക് നല്ലൊരു കോൺഫിഡൻസോടെ കഴിക്കാം. അതിൽ അഴുക്കൊന്നുമില്ല, എല്ലാം കഴുകി വൃത്തിയാക്കിയതാണല്ലോ എന്ന്. പിന്നെ ഈ സാബുദാന ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. അത് നമ്മുടെ പോപ്കോൺ പോലെ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്ന് അടച്ചു വെച്ച് വേണം അത് വറുത്തെടുക്കാൻ. എണ്ണയിലിട്ടെല്ലാം അങ്ങ് മൂപ്പിച്ചൊന്നും എടുത്തിട്ടില്ല. ഈ ഒരു മെത്തേഡാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടതിൽ. കാരണം എണ്ണ നമ്മൾ ചീനച്ചട്ടിയിൽ അതിൽ ഒഴിച്ചിട്ട് പിന്നെ ഈ ഒരു ഫിൽറ്റർ വെച്ച് അതിൽ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഇങ്ങനെ വറുത്തെടുക്കുന്ന എണ്ണയെല്ലാം നന്നായിട്ട് പോയി കിട്ടും. ഞാനൊരു ഗ്ലാസിൻ്റെ ഒരു അടപ്പ് വെച്ചാണ് അടച്ചിരിക്കുന്നത്, അതുകൊണ്ട് കാണാൻ പറ്റില്ല. ഇത് ഇടയ്ക്ക് നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ പോപ്കോൺ നമുക്ക് ഫൈനലി എങ്ങനെയാണോ കിട്ടുന്നത് അതുപോലെ തന്നെയാണ് ഈ സാബുദാനയുടെ പ്രിപ്പറേഷനും. അതുപോലെ തന്നെ ആ ഫിൽറ്ററിൽ തന്നെ ഇട്ടാണ് ഞാൻ ബാക്കിയെല്ലാം നമ്മുടെ കടലപ്പരിപ്പും കിസ്മിസും കാഷ്യൂനട്ടും ബദാം എല്ലാം അങ്ങനെ തന്നെയാണ്, കപ്പലണ്ടിയൊക്കെ വറുത്തെടുത്തത്. പിന്നെ ഇതിനൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇവിടെ എല്ലാവരും നമ്മുടെ കൊപ്ര, തേങ്ങ പൂളും വറുത്തിടാറുണ്ട്. ഞാൻ ഈ തവണ തേങ്ങാപ്പൂൾ ഇട്ടില്ല. അതിന് പകരം വെളുത്തുള്ളി അല്ലിയായിട്ട് തന്നെയാണ് ചേർത്തത്. വെളുത്തുള്ളിയും അല്ലിയായിട്ട് തന്നെ ചേർക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്ത്, കാരണം അത് തൊലിയോടുകൂടി തന്നെയല്ലേ നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പം നന്നായിട്ട് എല്ലാ സാധനങ്ങളും നന്നായിട്ട് കഴുകി ഉണക്കിയതാണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ നാട്ടിലൊക്കെ അവല് ഒരു 4 മണിക്കോ ഒക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അവലും തേങ്ങാപ്പീരയും വേണമെങ്കിൽ ഒരു ശർക്കരയും പഴമൊക്കെ ചേർത്ത് ഇളക്കിയാണ് നമ്മൾ കഴിക്കാറുള്ളത്. ഇവിടെ കൂടുതലും ആൾക്കാർ അവലിൻ്റെ ഉപ്മാവോ പിന്നെ ഇങ്ങനത്തെ അവലിൻ്റെ ചീവിട എന്ന് പറയും, അല്ലെങ്കിൽ നംകിൻ ഐറ്റംസ് ഒക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ചൗവരി മാത്രമായിട്ട് ഫ്രൈ ചെയ്തും ഇതേ ഐറ്റംസ് ഒക്കെ ചേർത്തുണ്ടാക്കി കഴിക്കാറുണ്ട്. പിന്നെ നമ്മുടെ മലര് പോലെ തന്നെ ഇവിടെ ഒരു സാധനം കിട്ടാറുണ്ട്. അതും ഇങ്ങനെ വറുത്ത് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് മസാല, ഇതിൻ്റെയൊക്കെ മസാലയിൽ മെയിൻ മസാല ഇവിടെ ചേർക്കുന്നത് ചാട്ട് മസാല, ആംചൂർ പൗഡറൊക്കെയാണ്. എങ്കിലേ ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള മസാലകളൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ചൗവരി വറുത്തെടുക്കുന്ന പോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ
വെളുത്തുള്ളി വറുത്തെടുക്കുമ്പോഴും അത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പച്ചമുളകും കട്ട് ചെയ്ത് ഇങ്ങനെ തന്നെയാണ് ഞാൻ വറുത്തെടുത്തത്. നമുക്ക് പച്ചമുളക് നമ്മൾ എണ്ണയിലിട്ട് വറക്കുമ്പോൾ എന്താണെങ്കിലും അത് കുറച്ച് പൊട്ടി വരാറുണ്ട്. അതുകൊണ്ട് അതും ഞാനിങ്ങനെ അടച്ചു വെച്ചാണ്. അതുകൊണ്ട് നമ്മുടെ സാബുദാന, ചൗവരി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും സാധനങ്ങളൊക്കെ ഈ എണ്ണ വറുത്തെടുക്കുമ്പോൾ നമ്മൾ അടച്ചു വെച്ച് കരിഞ്ഞു പോവാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ നമ്മുടെ ഫിൽറ്റർ പിടിയുണ്ടല്ലോ അതൊന്ന് അനക്കി കൊടുക്കുകയും വേണം. പൊട്ടിത്തെറിച്ച് നമ്മുടെ മുഖത്തൊന്നും വീഴാതെ അടച്ചു വെച്ചും വേണം അത് റെഡിയാക്കി എടുക്കാനായിട്ട്. അവലും ഇങ്ങനെ തന്നെ ഈ ഫിൽറ്ററിൽ എണ്ണ ചേർത്ത് വറുത്തെടുക്കുന്നവരുണ്ട്. പക്ഷേ ഇത് വളരെ നേർത്ത അവലായതുകൊണ്ട് എനിക്ക് അങ്ങനെ എണ്ണ വറുത്ത് പോരാനായിട്ട് ഒരുപാട് എണ്ണ അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയില്ലായിരുന്നു. അപ്പം ഞാൻ ഒരു 1-2 സ്പൂണ് എണ്ണ വേറൊരു പാനിൽ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ പൊട്ടിച്ചിട്ട് ബാക്കി കുറച്ച് മസാലകളും കൂടെ നമ്മുടെ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർക്കാം കേട്ടോ. പച്ചമുളക് കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ചേർത്താലും കുഴപ്പമില്ല. എരിവ് കുറച്ച് വേണമെന്നുള്ളവർക്ക് സാധാരണ മുളക് പൊടിയും ചേർക്കാം. അതൊക്കെ എരിവിനനുസരിച്ച് ചേർക്കണം. ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ നേരത്തെ ആ പൊടിച്ച് വെച്ച് പെരുംജീരകം, ജീരകം, മല്ലി ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കുറച്ചും കൂടെ എണ്ണ വേണമെന്ന് തോന്നിയാൽ എനിക്കൊരു കുറച്ചുകൂടെ എണ്ണ വേണമെന്ന് തോന്നിയിട്ട് പിന്നെ ഞാൻ 1 സ്പൂൺ എണ്ണയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ മസാലയൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പം അവല് ചേർത്തിളക്കി അങ്ങനെയാണ് ഞാൻ അവല് എണ്ണയിൽ വറുത്ത് കോരിയിട്ടില്ല. അങ്ങനെയും ചെയ്യുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ മോസ്റ്റ്ലി അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഈ രീതിയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവല് എണ്ണ വറുത്ത് കോരാതെ ഈ മസാലയിലിട്ട് ഇളക്കിയാണ് എടുത്തേക്കുന്നത്. ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു കുറച്ചുകൂടെ എണ്ണമയം വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് എണ്ണയായി പോവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എണ്ണ അധികം ഒന്നും ചേർക്കാത്തത് കേട്ടോ. വേണമെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് നമുക്ക് ഇളക്കിയെടുക്കാം. അതിനുശേഷം പിന്നെ നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കടലപ്പരിപ്പ്, കപ്പലണ്ടി, ബദാം, കാഷ്യൂനട്ട്, കിസ്മിസ്, ചൗവരി സാധാരണ അങ്ങനെ ഇട്ട് കണ്ടിട്ടില്ല. എനിക്കതൊരു ഇഷ്ടം ഉണ്ടായിരുന്നു ഇടാനായിട്ട്. ഇടയ്ക്ക് എപ്പോഴും ഒന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ട് ഞാൻ ചേർത്താണ് വറുത്ത്. പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നേരത്തെ അവലിൽ നമ്മൾ ആ മസാലയൊക്കെ മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പിന്നെ കുറച്ച് എണ്ണ കുറവാണ് ചേർത്തത്. കാരണം ഇതെല്ലാം നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന എണ്ണയിലാണ്. ഒടുവിൽ അതും കൂടെ ഒക്കെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കുമ്പോൾ ഇതിലെ എണ്ണയും കൂടെ കുറച്ച് അവലിലോട്ടൊക്കെ ചേർന്ന് കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കുറച്ച് എണ്ണ കുറച്ച് മാത്രം ഉപയോഗിച്ചത്. ഒരു ലൈറ്റ് കളറിൽ ഇങ്ങനെ വറുത്തെടുക്കുന്നതായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ചാണ് ചേർത്തത്. കുറച്ചുകൂടെ നല്ല മഞ്ഞ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയൊക്കെ കൂടുതൽ ചേർക്കാം. പിന്നെ കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിന് മഞ്ഞ കളറൊക്കെ എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് പിടിച്ച് കിട്ടിക്കഴിയുമ്പോഴത്തേക്കിന് നല്ല കളറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനൊക്കെ യൂഷ്വലി നംകീനെന്ന് കൂടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ആ ഉപ്പും പിന്നെ ലാസ്റ്റ് കുറച്ചൊരു അരക്കപ്പൊന്നും എടുത്തില്ല, ഒരു 3 സ്പൂണ് പഞ്ചസാര ഞാൻ ചേർത്തുള്ളൂ. പൊടിച്ചിട്ട് അതും കൂടെ ഏറ്റവും മിക്സ് ചെയ്ത് ചേർക്കണം. അപ്പോൾ ആ ഉപ്പും എരിവും മധുരവും എല്ലാം കൂടെ ചേർന്നുള്ള ആ ഒരു ഫ്ലേവറിൽ ഇതിങ്ങനെ ദീപാവലി സമയത്ത് കഴിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അതിന്. ദീപാവലി സമയത്തൊക്കെ എത്ര വിചാരിച്ചാലും നമ്മൾ മധുരമൊന്നും അധികം കഴിക്കണ്ട എന്ന് വിചാരിച്ചാലും കിട്ടുന്നതൊക്കെ മധുരം തന്നെ ആയിരിക്കും. പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നതും ബിൽഡിങ്ങിലുള്ള നെയ്ബേഴ്സൊക്കെ കൊണ്ടുതരുന്നതും ഇതൊക്കെ എല്ലാം കൂടുതലും മധുര സാധനങ്ങളായിരിക്കും. മധുരങ്ങൾ ഓരോരുത്തർക്കും കഴിക്കുമ്പോൾ ഓരോരോ പ്രശ്നങ്ങളായിരിക്കും. മോനൊന്നും മധുരവേ ഉപയോഗിക്കാറില്ല. പിന്നെ അച്ഛനൊക്കെ കുറച്ച് ഡയറ്റിങ്ങിൽ ആണ് ഫുഡൊക്കെ കഴിക്കുന്നത്. എനിക്കെപ്പോഴും തോന്നുന്നത് മധുരം കഴിച്ചു കഴിയുമ്പോൾ എനിക്ക് ചെറിയൊരു സൈനസ് ഇഷ്യൂ ഉള്ളത് ദീപാവലി സമയമൊക്കെ മധുരം കൂടുതൽ കഴിച്ചു കഴിയുമ്പോഴത്തേക്കിനും അതിങ്ങനെ കൂടാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ഒരു തോന്നലായിരിക്കും. അതുകൊണ്ട് ദീപാവലി സമയത്ത് ഗിഫ്റ്റൊക്കെ കിട്ടിയത് ബോക്സ് അൺബോക്സിങ് ചെയ്യുമ്പോഴേ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. ദൈവമേ സ്വീറ്റ്സ് ആയിരിക്കരുത് എന്നുള്ള പ്രാർത്ഥനയോടായിരിക്കും ഓരോ ബോക്സും അൺബോക്സിങ് ചെയ്യുന്നത്.
അതുകൊണ്ട് ഞാൻ ദീപാവലിക്ക് ഒരു റെസിപ്പി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചപ്പോഴും ആദ്യമേ തീരുമാനിച്ചു സ്വീറ്റ്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് അവൽ ഫ്രൈ ഉണ്ടാക്കിയത്. എങ്ങനെയൊക്കെ ആണെങ്കിലും ഗിഫ്റ്റുകളൊക്കെ അൺബോക്സ് ചെയ്ത് നോക്കുമ്പം കുറച്ചൊക്കെ എങ്കിലും സ്വീറ്റ്സ് ഐറ്റംസും ഉണ്ടാവാറുണ്ട്. ഇത്തവണ കൂടുതലും കിട്ടിയത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആയിരുന്നു. എങ്കിലും അതിൻ്റെ ഇടയിലും കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് നല്ല കാണാൻ ഭംഗിയുള്ള ഗിഫ്റ്റ് ബോക്സുകളൊക്കെയാണ് നമുക്ക് ദീപാവലി സമയത്തൊക്കെ കിട്ടുന്നത്. ഇതും സ്വീറ്റ്സ് ഒന്നും ആയിരിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓപ്പൺ ചെയ്തത് തന്നെ. ഏതായാലും ഇതിൽ കുറച്ച് പിസ്ത, കാഷ്യൂനട്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു. നല്ലൊരു ആഭരണപ്പെട്ടി പോലുള്ളൊരു ഗിഫ്റ്റ് ബോക്സ് ആയിരുന്നു ഇത്. ഈ നല്ല ബോക്സുകളൊക്കെ പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ദീപാവലി വിഭവങ്ങൾക്ക് നമ്മൾ തിരിച്ചും കൊടുക്കണമല്ലോ റിട്ടേൺ ആയിട്ട്. അപ്പം കൂടുതലായിട്ടും നമ്മുടെ മലയാളീകരിച്ച ദീപാവലി വിഭവങ്ങളൊക്കെയാണ് ഞാനും കൊടുക്കാൻ ശ്രമിക്കാറുള്ളത്. നമ്മുടെ കോക്കനട്ട് ബർഫി, കോക്കനട്ട് ലഡു പോലെയുള്ള ഐറ്റംസൊക്കെ.